ഗുഡ് മോർണിംഗ് USA കാനഡ ആനന്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഏറിൻ ചുഴലിക്കാറ്റ് ഭീതിയിൽ വീണ്ടും US. ബീച്ചുകൾ അടച്ചു, ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ഫ്ലോറിഡയിൽ നിന്നും ന്യൂ ഇംഗ്ലണ്ട് വരെ ഏറിൻ ചുഴലിക്കാറ്റ് ഭീഷണി തുടരുന്നു. നോർത്ത് കരോലിനയിൽ കനത്ത വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്ലൂട്ടോ റിക്കോയിൽ വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലായി. കിഴക്കൻ US തീരത്തെ ചില സ്ഥലങ്ങളിൽ ബീച്ചുകൾ അടച്ചിട്ടു. കൊടുങ്കാറ്റ് കരയിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഏറിൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വടക്കോട്ട് ചുഴലിക്കാറ്റായി മാറുന്നതിനാൽ അപകട ഭീതി തുടരുകയാണ്. ചൊവ്വാഴ്ച ഏറിൻ കാറ്റഗറി 2 കൊടുങ്കാറ്റായി ദുർബലപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ഒരു മണിക്കൂറിൽ 168 കിലോമീറ്റർ വേഗതയിൽ പരമാവധി കാറ്റ് വീശുന്നുണ്ടെന്ന് US നാഷണൽ ഹരിക്കെയിൻ സെന്റർ വ്യക്തമാക്കി. ചുഴലിക്കാറ്റ് അസാധാരണമാംവിധം വലുതാണെന്നും അതിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 230 മൈൽ വരെ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് വീശുമെന്നും കൂടുതൽ ശക്തമാകുമെന്നും പ്രവചിക്കപ്പെടുന്നു. വാൾമാർട്ട് ഉപഭോക്താക്കളുടെ ശ്രദ്ധയ്ക്ക്. ഇവിടെ നിന്നും വാങ്ങിയ ചെമ്മീൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത്, തിരികെ എത്തിക്കണം. വാൾമാർട്ടിന്റെ ഗ്രാറ്റ് വാല്യൂ ലേബലിന് കീഴിൽ വിൽക്കുന്ന ശീതീകരിച്ച ചെമ്മീൻ കഴിക്കരുതെന്ന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇതോടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് വാൾമാർട്ട് US ചില ചെമ്മീൻ ഉൽപ്പന്നങ്ങൾ തിരിച്ചുവിളിച്ചു. ഒരു കയറ്റുമതി കണ്ടെയ്നറിൽ സീസിയം എന്ന ആവർത്തന മൂലകത്തിന്റെ റേഡിയോ ആക്റ്റീവ് രൂപമായ സീസിയം 137 ഉണ്ട് എന്ന പരിശോധനയിൽ കണ്ടെത്തി. ബ്രെഡ് ചെയ്ത ചെമ്മീന്റെ ഒരു സാമ്പിൾ ഈ പദാർത്ഥത്തിന്റെ പരിശോധന പോസിറ്റീവായും FDA വ്യക്തമാക്കി. 13 USM സംസ്ഥാനങ്ങളിലെ ഉപഭോക്താക്കൾക്ക് അടുത്തിടെ വാങ്ങിയ 3 ബാച്ചുകളിലെ ചെമ്മീൻ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കാൻ FDA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അലബാമ, അർക്കൻസാസ്, ഫ്ലോറിഡ, ജോർജിയ, കെന്റക്കി, ലൂസിയാന, മിസോറി, മിസിസിപ്പി, ഒക്ലഹോമ, പെൻസിൽവാനിയ, ടെക്സസ്, വെസ്റ്റ് വെർജീനിയ എന്നിവിടങ്ങളിലെ ഉപഭോക്താക്കൾക്കും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചു. ഇന്തോനേഷ്യൻ വിതരണക്കാരിൽ നിന്നാണ് ഇത് US വന്നത്. അതിനുശേഷം നിരവധി ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ US പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടെന്നും FDA വ്യക്തമാക്കി. ട്രംപില്ലാതെ പുടിൻ സെലൻസ്കി ഉച്ചകോടി. വ്ളാഡിമിർ സെലൻസ്കിയും വ്ളാഡിമിർ പുടിനും ബുഡാപെസ്റ്റിൽ വെച്ച് ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്താൻ സാധ്യത ഏറെയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പുടിനും സെലൻസ്കിയും താനില്ലാതെ കണ്ടുമുട്ടിയാൽ നല്ലതാണെന്ന് ഇപ്പോൾ കരുതുന്നു എന്നാണ് ട്രംപിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രതികരണം. ആവശ്യമെങ്കിൽ ചർച്ചയ്ക്കായി താൻ പോകാമെന്നും ട്രംപ് റേഡിയോ അവതാരകൻ മാർക്ക് ലെവിനോട് പറഞ്ഞു. ഇതോടെ US പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു ത്രികക്ഷി ഉച്ചകോടിയുടെ സാധ്യതയെക്കുറിച്ച് ഏറെക്കുറെ സംശയം ഉയർന്നു തുടങ്ങി. പുടിനും സെലൻസ്കിയും തമ്മിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും റഷ്യയിൽ നിന്ന് ഇതുവരെയും ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. സെലൻസ്കിയും പുടിനും ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാനുമായി പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയുടെ വേദിയായി ബുഡാപെസ്റ്റിനെ ട്രംപ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതായും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ മുമ്പ് കൂടിക്കാഴ്ച നടത്തിയ ഇസ്താംബൂളിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. ദേശീയ നേതാക്കൾ ഉൾപ്പെടുന്ന ബന്ധങ്ങൾ അത്യന്തം സമഗ്രതയോടെ തയ്യാറാക്കണമെന്നും മാധ്യമ വാർത്തകൾ പിന്തുടരരുതെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തര കൊറിയയിലേക്ക് തോക്കുകളും മറ്റ് സൈനിക വസ്തുക്കളും കടത്തിയതിന് ഒരു ചൈനീസ് പൗരന് 8 വർഷം തടവ് ശിക്ഷ വിധിച്ചതായി US നീതിന്യായ വകുപ്പ് അറിയിച്ചു. കാലിഫോർണിയയിൽ നിന്നും വസ്തുക്കൾ കയറ്റി അയക്കുന്നതിനായി 42-കാരനായ ഷെങ് ഹുവ വെൻ ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥരിൽ നിന്നും ഏകദേശം $2 മില്യൺ സ്വീകരിച്ചതായി ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞു. കാലിഫോർണിയയിലെ ഒന്റാറിയോയിൽ താമസിക്കുന്ന വെൻ 2024 ഡിസംബർ മുതൽ തടങ്കലിൽ കഴിയുകയാണ്. അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം ലംഘിക്കാൻ ഗൂഢാലോചന നടത്തിയതിനും ഒരു വിദേശ സർക്കാരിന്റെ നിയമവിരുദ്ധ ഏജന്റ് ആയിരിക്കുന്നതിനും ജൂണിൽ അദ്ദേഹം കുറ്റം സമ്മതം നടത്തി. എയർ കാനഡ ഫ്ലൈറ്റ് ജീവനക്കാർ തിരികെ വിമാനത്തിലേക്ക്. ശനിയാഴ്ച മുതൽ വിമാനങ്ങൾ നിർത്തിവെക്കുകയും ആയിരക്കണക്കിന് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്ത പണിമുടക്ക് അവസാനിപ്പിച്ച് എയർ കാനഡയിലെ ഫ്ലൈറ്റ് ജീവനക്കാർ. ഫ്ലൈറ്റ് അറ്റൻഡന്റുമാരെ പ്രതിനിധീകരിക്കുന്ന യൂണിയൻ താൽക്കാലിക കരാർ പ്രഖ്യാപിക്കുകയും എയർലൈൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ ചൊവ്വാഴ്ച മുതൽ പിന്നീട് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു തുടങ്ങി. ശമ്പളത്തിലും ഷെഡ്യൂളിംഗിലും പ്രത്യേകിച്ച് 10,000-ലധികം ജീവനക്കാർ ശനിയാഴ്ച മുതൽ പണിമുടക്കിലായിരുന്നു. ഫ്ലൈറ്റ് അറ്റൻഡന്റുമാർ 8% മുതൽ 12% വരെ അടിയന്തര ശമ്പള വർധനവ് എയർലൈൻ നിർദ്ദേശിക്കുന്നതാണ് പുതിയ കരാർ. എന്നാൽ ഫ്ലൈറ്റ് അറ്റൻഡന്റുകൾക്ക് നിർദ്ദിഷ്ട കരാർ അംഗീകരിക്കേണ്ടതുണ്ട്. പുടിനു സമാധാനം വേണ്ടെന്ന് ട്രംപ്. സമാധാനത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു TV അഭിമുഖത്തിലാണ് ട്രംപിന്റെ പരാമർശം.
പുടിൻ എന്തു ചെയ്യുമെന്നത് ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ വ്യക്തമാകുമെന്നും സൂചിപ്പിച്ചു. സമാധാന കരാറിന് തയ്യാറായില്ലെങ്കിൽ പുടിൻ കഠിനമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധത അറിയിച്ചെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. വൈറ്റ് ഹൌസ് ഉച്ചകോടി സമാധാനത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വിശേഷിപ്പിച്ചിരുന്നു. സമാധാനം സ്ഥാപിക്കുന്നത് ട്രംപിന് സ്വർഗത്തിലെത്താൻ. റഷ്യയും ഉക്രൈനും തമ്മിൽ സമാധാനം സ്ഥാപിക്കുന്നത് തനിക്ക് സ്വർഗത്തിലെത്താനുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മരണാനന്തര ജീവിതത്തിൽ തന്റെ നില അത്ര മികച്ചതായിരിക്കില്ല എന്നാണ് ട്രംപ് തമാശയായി പറഞ്ഞത്. ചൊവ്വാഴ്ച ഫോക്സ് ന്യൂസ് സംഘടിപ്പിച്ച ഫോക്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇത്തരമൊരു വിലയിരുത്തൽ നടത്തിയത്. കഴിയുമെങ്കിൽ സ്വർഗത്തിൽ പോകാൻ താൻ ആഗ്രഹിക്കുന്നു, അവിടേക്ക് എത്താൻ പാകത്തിന് അത്ര മികച്ചതല്ല തന്റെ നില എന്ന് പറഞ്ഞ ട്രംപ് ശരിക്കും ആ ശ്രേണിയിൽ ഏറ്റവും താഴെത്തട്ടിലാണ് താൻ എന്ന് കേൾക്കുന്നുണ്ട് എന്നും പറഞ്ഞു. ഇനി അഥവാ സ്വർഗത്തിൽ പോകാൻ തനിക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ അത് ഉക്രൈനും റഷ്യയ്ക്കും ഇടയിൽ താൻ സൃഷ്ടിക്കാൻ പോകുന്ന സമാധാനത്തിന്റെ പേരിലായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. യുദ്ധത്തിന്റെ ഭാഗമായി ഉക്രൈനിലും റഷ്യയിലും ഉണ്ടായിട്ടുള്ള ജീവഹാനികൾ ചൂണ്ടിക്കാട്ടി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടലിനെ തികച്ചും മാനുഷികമായ കാഴ്ചപ്പാടിലാണ് ട്രംപ് ഈ പരിപാടിയിൽ അവതരിപ്പിച്ചത്. നൊബേൽ സമ്മാനം നേടിയെടുക്കാൻ ട്രംപ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തന്നെ ഇത്തവണ നേടിയെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസും. താൻ 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതായും ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന കരാറിനായി ശ്രമിക്കുകയാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. ഉക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നത് തന്റെ അടുത്ത വലിയ വഴിത്തിരിവായിരിക്കുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് താൻ അർഹനാണെന്നും ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ സമാധാന ശ്രമങ്ങൾ ചിലത് അപൂർണമായി തുടരുന്നുണ്ട്, ചിലതിൽ പോരാട്ടം തുടരുന്നുമുണ്ട്. ട്രംപിന്റെ പട്ടികയിലുള്ള 2 എണ്ണം അദ്ദേഹത്തിന്റെ ആദ്യ ടേമിൽ നിന്നുള്ളതാണെന്നും മാത്രമല്ല അതിൽ ഔപചാരിക കരാറുകൾ ഒപ്പുവെച്ചിട്ടില്ല എന്നതുമാണ് വസ്തുത. ഓഗസ്റ്റിൽ അർമേനിയയും അസർബൈജാനും വൈറ്റ് ഹൌസിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും വളരെ കാലം സുഹൃത്തുക്കളായിരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഇടനാഴിക്ക് ട്രംപ് റൂട്ട് എന്ന് പേരിടുകയും ചെയ്തു. ജൂണിൽ DRCയും റുവാണ്ടയും വാഷിംഗ്ടണിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ ഇരുപക്ഷവും വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിക്കുകയും ചെയ്തു. ജൂണിൽ ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം തുടർന്നുണ്ടായ സംഘർഷവും വെടിനിർത്തലിലെത്തിച്ചു. ഇസ്രായേലിനോടൊപ്പം US നടത്തിയ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ പിന്നോട്ടടിപ്പിച്ചതായും വൈറ്റ് ഹൌസ് പറയുന്നു. പകൽഗാം ആക്രമണത്തെയും മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ പ്രതികാര ആക്രമണങ്ങളെയും തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്നാൽ പോരാട്ടം നിർത്തുന്നതിൽ വാഷിംഗ്ടണിന് പങ്കില്ലെന്നും ഇന്ത്യ ആവർത്തിച്ച് നിഷേധിച്ചു. US സമ്മർദ്ദത്തെ തുടർന്ന് കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള അതിർത്തി യുദ്ധം അവസാനിച്ചു എന്നതാണ് വൈറ്റ് ഹൌസിന്റെ അടുത്ത അവകാശവാദം. ജൂലൈയിലെ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചു. എത്യോപ്യയുടെ നൈൽ നദിയുടെ അണക്കെട്ട് പദ്ധതിയിൽ ട്രംപ് നടത്തിയ ഇടപെടലിനെ വിജയകരമായാണ് കണക്കാക്കുന്നത്. ഇത് ട്രംപിന്റെ ആദ്യ ടേമിലെ സംഭവമാണ്. എന്നാൽ സമാധാന കരാറുകളിലൊന്നും ഒപ്പുവെച്ചിട്ടില്ലെന്നും മാത്രമല്ല തർക്കം ഇപ്പോഴും തുടരുന്നുമുണ്ട്. 1ാം ടേമിൽ 2020 ട്രംപിന്റെ ഭരണകൂടം സെർബിയയും കൊസോവോയും തമ്മിൽ സാമ്പത്തിക സാധാരണവൽക്കരണ കരാറിൽ ഇടനിലക്കാരായി. എന്നാൽ അംഗീകരിക്കാതെയും അതിർത്തികളെ കുറിച്ചുള്ള തർക്കങ്ങൾ തുടരുകയാണ്. ട്രംപ് മധ്യസ്ഥ ചർച്ചകൾക്കും കരാറുകൾക്കും സഹായിച്ചിട്ടുണ്ടെങ്കിലും ഉക്രൈനിലും ഗാസയിലും യുദ്ധങ്ങൾ തുടരുന്നുമുണ്ട്. ഇന്ത്യക്കിട്ട് താരിഫ് വന്നത് റഷ്യയെ വിരട്ടാനാണെന്ന് വ്യക്തമായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ഇരട്ടത്തീരുവ ചുമത്തിയത് റഷ്യയെ സമ്മർദ്ദത്തിലാക്കി ഉക്രൈൻ സംഘർഷം പരിഹരിക്കാനാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നു എന്ന കാരണം പറഞ്ഞായിരുന്നു ട്രംപ് ഇന്ത്യക്ക് മേൽ നിലവിലുണ്ടായിരുന്ന 25% തീരുവയ്ക്ക് പുറമെ അധികമായി 25% കൂടി ചുമത്തിയത്. ഇന്ത്യക്ക് ഇരട്ടത്തീരുവ ചുമത്തിയ റഷ്യയ്ക്കു മേൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നു ട്രംപ് ഉദ്ദേശിച്ചതെന്നും കരോലിൻ ലെവിറ്റ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇന്ത്യക്ക് മേൽ നികുതി ചുമത്തിയതുപോലുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ഈ യുദ്ധം അവസാനിച്ചു കാണണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണെന്നും ലെവിറ്റ് പറഞ്ഞു. ഇന്ത്യൻ തൊഴിൽ മേഖലകൾ താരിഫിൽ കുരുങ്ങുമോ? ഓഗസ്റ്റ് 27 മുതൽ ഇന്ത്യക്ക് US ഏർപ്പെടുത്തിയ അധിക തീരുവ നടപ്പിലാകുന്നതോടെ US വിപണികളെ അമിതമായി ആശ്രയിക്കുന്ന ഇന്ത്യൻ IT, ടെക്സ്റ്റൈൽസ്, കാർഷിക മേഖലകൾ കടുത്ത സമ്മർദ്ദത്തിലാകുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യയുടെ റഷ്യൻ ഇടപാടുകളിൽ പ്രതിഷേധിച്ച ട്രംപ് 25% അധിക തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വ്യാപാര ചർച്ചകൾക്കായി ഇന്ത്യ സന്ദർശിക്കാനിരുന്ന US സംഘം അവരുടെ യാത്രയും റദ്ദാക്കിയിട്ടുണ്ട്.
ഇന്ത്യൻ തൊഴിൽ രംഗം ട്രംപിന്റെ താരിഫിന്റെ കടുത്ത ചൂടറിയുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇന്ത്യക്കാരൻ എന്നതിൽ എന്നും അഭിമാനിച്ച വ്യക്തിത്വമായിരുന്നു ഡോക്ടർ എം അനിരുദ്ധന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമേരിക്കൻ പൗരത്വം ലഭിക്കാൻ എല്ലാ അവസരങ്ങളും സാധ്യതകളും ഉണ്ടായിട്ടും ഇന്ത്യൻ പൗരത്വം വെടിയേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു ഡോക്ടർ എം അനിരുദ്ധന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നോർക്ക റൂട്ട്സ് ഡയറക്ടർ ബോർഡ് അംഗവും ലോക കേരള സഭ അംഗവും ശാസ്ത്ര ഗവേഷകനും ഫൊക്കാന പ്രഥമ പ്രസിഡന്റും അമേരിക്കയിലെ പ്രമുഖ പ്രവാസി സംരംഭകനുമായിരുന്ന ഡോക്ടർ എം അനിരുദ്ധന്റെ അനുസ്മരണ യോഗത്തിൽ മുഖ്യമന്ത്രി അനുസ്മരണ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു. ജീവിത അവസാനം വരെ ഇന്ത്യൻ പാസ്പോർട്ട് ആയിരുന്നു ഡോക്ടർ അനിരുദ്ധന്. എല്ലാ കാലത്തും ഇന്ത്യക്കാരൻ എന്ന് അഭിമാനിക്കുകയും ആ സ്വത്വം നിലനിർത്തുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു ഡോക്ടർ എം അനിരുദ്ധന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. തന്റെ അമേരിക്കൻ സന്ദർശന വേളയിലും കേരളത്തിലെയും അനിരുദ്ധനോടൊപ്പമുള്ള സൗഹൃദ നിമിഷങ്ങളും അനുഭവങ്ങളും മുഖ്യമന്ത്രി ഓർമ്മിച്ചു. സഹോദര തുല്യമായ സ്നേഹമായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നതെന്നും ഡോക്ടർ എം അനിരുദ്ധന്റെ വിയോഗം തനിക്ക് വ്യക്തിപരമായ നഷ്ടം കൂടിയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഓരോ പ്രവാസിയുടെയും കണ്ണീരും സ്വപ്നവും അദ്ദേഹം തന്റേതു കൂടിയായി കണ്ട് അതിനായി നിരന്തരം പ്രയത്നിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഓർമ്മിച്ചു. അമേരിക്കൻ മലയാളികളുടെ സാംസ്കാരിക അന്യവൽക്കരണത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് മലയാള ഭാഷാ സ്വത്വത്തിനു വേണ്ടിയും സാംസ്കാരിക തിരിച്ചറിവിനു വേണ്ടിയും അദ്ദേഹം നടത്തിയ ശ്രമങ്ങളെ അനുസ്മരണ പ്രഭാഷണത്തിൽ നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഓർമ്മിച്ചു. നാടുമായുള്ള ബന്ധം എന്നും നിലനിർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ അനിരുദ്ധനെന്ന് സഹപ്രവർത്തകൻ എന്ന നിലയിലും സുഹൃത്തെന്ന നിലയിലുമുള്ള അദ്ദേഹത്തോടൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവച്ച് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ ഡോക്ടർ എം എ യൂസഫ് അലിയും അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ മുൻ മന്ത്രിമാരായ എം ഹസൻ, കെ സി ജോസഫ്, ഡോക്ടർ എം അനിരുദ്ധന്റെ മക്കളായ അരുൺ അനിരുദ്ധൻ, ഡോക്ടർ അനൂപ് അനിരുദ്ധൻ, നോർക്ക വകുപ്പ് സെക്രട്ടറി എസ് ഹരികിഷോർ IAS, നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി, ലോക കേരള സഭ അംഗം കൂടിയായ UK പ്രവാസിയും ആനന്ദ് മീഡിയ ആൻഡ് ട്രാവൽ ആൻഡ് ടെക്നോളജീസ് MD-മായ S ശ്രീകുമാർ, മറ്റ് ലോക കേരള സഭ അംഗങ്ങൾ, പ്രവാസി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. 1.4 മില്യൺ ഉപഭോക്താക്കൾക്ക് തിരിച്ചടവ് മുടങ്ങിയതായി ഇങ്കിഫാക്സ് കാനഡ. സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ 1.4 മില്യൺ ഉപഭോക്താക്കൾക്ക് തിരിച്ചടവ് മുടങ്ങിയതായി ഇങ്കിഫാക്സ് കാനഡ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇത് 1,18,000 കൂടുതലാണെങ്കിലും ആദ്യ പാദത്തേക്കാൾ നേരിയ കുറവാണ്. തിരിച്ചടവ് മുടങ്ങുന്നവരുടെ എണ്ണം മുമ്പത്തെ പോലെ വേഗത്തിൽ ഉയരുന്നില്ല എന്നത് ഒരു പരിധിവരെ പോസിറ്റീവ് മാറ്റമാണെന്നും ഇങ്കിഫാക്സ് കാനഡയുടെ അഡ്വാൻസ്ഡ് അനലിറ്റിക് വൈസ് പ്രസിഡന്റ് റെബേക്ക ഓക്സ് പറഞ്ഞു. മോർട്ടഗേജ് ഇല്ലാതെ 19 കാനഡക്കാരിൽ ഒരാൾ കുറഞ്ഞത് ഒരു ക്രെഡിറ്റ് പേയ്മെന്റ് എങ്കിലും മുടക്കിയിട്ടുണ്ട്. എന്നാൽ വീടുകൾ ഉള്ളവരുടെ വിഭാഗത്തിൽ ഇത് 37-ൽ ഒരാളെന്ന നിലയിലാണ്.